എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. NP43 ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ. ഒരു ചെറുതാണ്, 7 മിനിറ്റിന്റെ അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ അളിയാ, ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഓക്കെ. അപ്പോൾ എന്തായാലും കേക്കും പിന്നെ എന്തൊക്കെയുണ്ട്? കേക്കും വൈനും ബിരിയാണിയും. വൈനും എനിക്ക് വേണ്ട, പിന്നെ ബിരിയാണി ഉണ്ടാ? ബിരിയാണി ഉണ്ടാവും. പൊളി. ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ മച്ചാൻ്റെ വീട്ടിലേക്ക് വിടാൻ. ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ, പിന്നെ നീ അങ്ങോട്ട്. അതാരും നോക്കുന്നത്, അത് കാര്യം നോക്കുന്നത് അവിടെ അമ്മ അച്ഛനൊക്കെ ആടല്ലേ, അത് മതി. നീ ആര് പോടെ. ഓക്കെ. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ടൈറ്റിൽ അനൗൺസ്മെന്റ് എന്താണ് ആവ സംഭവം? പാട്ടുകാരനാണ് ആള്. അത് ശരിയാണല്ലോ. തമ്പനയില് മൈക്കൊക്കെയാണ് കേട്ടോ. ഈ തമ്പനയിലൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഇതിൻ്റെ മുൻപ്, അതായത് ഇന്നലെ 10:10 സാധനം വരുമെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടില്ലേ, അതിൻ്റെ കളറ് പച്ചയിൽ മഞ്ഞ ടൈറ്റിലായിരുന്നു. ഇതും പച്ച ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ ടൈറ്റിൽ അല്ലേ? ഇനി അത് പോട്ടെ, ഇതിന് മുൻപ് അതായത് ഡിജോയുടെ നമ്മുടെ ജനഗണമന സിനിമ അല്ലേ, അതിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ പോസ്റ്റർ ആദ്യം ഇവർ അനൗൺസ് ചെയ്തത് റെഡ് കളറായിരുന്നു. ടൈറ്റിൽ റെഡ് ആയിരുന്നു. ഓഫീസാണല്ലോ. ഡിജോ എന്തായി? ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വർക്കൗട്ടാന്ന് പറഞ്ഞേ. വർക്കൗട്ടാ? ഈ നട്ടുച്ചയ്ക്കാ? ജിമ്മിലാ. നമ്മുടെ ചേട്ടൻ വിളിക്കുന്നു. ലിസ്റ്റിനെ വിളിക്കാവേ. വിളിക്കുന്നുണ്ട്. എപ്പോൾ നല്ല ഡയറക്ടർ. അതെ അതെ അതെ. 86 എന്തൊക്കെയുണ്ട്? ഇതിനെന്താ നീക്കാനെന്നല്ലേ? നീക്കാനുണ്ട്. പണിയുണ്ട്, കുറെ നേരമായി എന്നെ കൊണ്ട് വെറുതെ. ട്രെയിനറാ? നീ ടയർഡായല്ലോ. ചെല്ലു കഴിച്ചിട്ട് വന്നേ. നോക്കി. അപ്പൊ എങ്ങനെയാ ഇവിടെ സെറ്റ് ഇടുന്നേ? സെറ്റോ? എന്തിന്റെ? കോടതിയുടെ ഡയലോഗൊക്കെ നല്ല തീപ്പൊരി ആയിരിക്കണം. ഇംഗ്ലീഷും തെലുങ്കും തമിഴും ഒക്കെ കൂടി നല്ല പൊളിയായിട്ട്. ബ്രോ, ഇത്തവണ കോടതി ഇല്ല. രണ്ടും കോടതിയല്ലേ? അതാണല്ലേ പാൻ ഇന്ത്യൻ. നൈസ്. കുറച്ചായി അങ്ങനെ ഒരു ഐറ്റം പിടിക്കണം ഞാൻ ആലോചിക്കുന്നു. ബ്രോ, ഇതൊന്നുമല്ല ബ്രോ, ഇതൊരു പക്ക ലോക്കൽ പടം പറഞ്ഞു വരുമ്പോ. പാൻ ഇന്ത്യനും പഞ്ചിലൊക്കെ നിന്റെ പൃഥ്വിരാജനും നമുക്ക് ലോക്കൽ അല്ലേ? എന്റെ പൊന്നു ബ്രോ, ഈ പരിപാടി ചെയ്യാൻ മലയാളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല. ശരിയല്ലേ? അതൊക്കെ എനിക്കറിയാം. ബ്രോ, കേട്ടു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കിരക്കിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന. നീ പാടല്ല. ഓക്കെ, അവിടെ നമ്മുടെ കഥാനായകൻ ഹീറോ ആൽപ്പറമ്പിൽ ഗോപി. ഗോപി ആൽപ്പറമ്പിൽ കൊള്ളാം. ജന്മിയാണോ? വൈക്കാശ്ശേരി മന എന്റെ മനസ്സിൽ. അല്ല, ജന്മിയ കൊള്ളാം. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരേ ഒരു പെങ്ങൾ. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇന്നോട് ചോദിക്കരുത്. സർ, ഡംബിൾസ്. അതെ, ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ നല്ല പൊളി വിളിക്കണം. നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ? ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡ് ആവും. ഡിജോ, ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ?
ആ ഓക്കെ തള്ളു തള്ളു നല്ല തള്ളാണല്ലോ. ശീലായി. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. ആഹാ, അതറിയാ ധ്യാൻ ശ്രീനിവാസൻ. എല്ലാം ചെയ്ത് ആ ഗോപി ഒറ്റയ്ക്ക. ഞാൻ എന്താ ബാബു സാഹിബ് കേൾക്കണോ? ഓക്കെ ആണോ? മൊത്തത്തിൽ ഇത്തിരി തടിച്ചൊക്കെ ഇരിക്കല്ലേ? ഇല്ല ബ്രോ, നിങ്ങൾ രണ്ടുപേരും ഫ്രൈമർ നിറഞ്ഞു നിൽക്കും. പ്രണയം കൃഷ്ണ നല്ല സെൽഫ് ട്രോൾ ഉണ്ടല്ലേ? അവന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ. അനുസരേ ലവ് യു കൃഷ്ണ. പറയാൻ നടക്കാൻ ഇനി കല്യാണം പ്രായമായിട്ടുള്ള മുതുക്ക. അതെ നല്ല മാസമാണ് മാസ്. മാസം ഉണ്ടോന്ന് ഈ സീനൊന്ന് കേട്ടു നോക്കിയേ. ഉത്സവത്തിന് ഒരു ആനയുടെ നാട്ടുകാരെ ചിന്നി ചെതറി ഓടുന്നു. ഒരു മകൾ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഗോപി സൂപ്പർ ഹീറോ. സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. പിടിച്ചോ. അപ്പൊ നമ്മള് ഓ ചെയ്യുന്നു. പൊളി, താങ്ക് യു ബ്രോ. പൊളി പൊളിച്ചടുക്കണം ബ്രോ. അല്ല നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ ഇത്. മലയാളി ഫ്രം ഇന്ത്യ. നൈസ് നെയിം. തള്ളി മറിച്ചിട്ടുണ്ട്. നിവിൻ ഓക്കെ ആണ്. ബിജോ, ഹലോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. അയ്യോ എന്താ ബ്രോ? ഹലോ ഇന്ത്യ ആണോ ഭാരതം? രണ്ടും ഒന്നല്ലേ ബ്രോ? പക്ഷെ നമുക്ക് ഇന്ത്യ മതി. നമുക്കും ഇന്ത്യ മതി. അത് പൊളിച്ചു. എന്തായിരുന്നു? He's back. മലയാളി ഫ്രം ഇന്ത്യ. സൂപ്പർ. അയ്യോ, നിവിൻ ഈസ് ബാക്ക്. നിവിന്റെ ബാക്കിന് കാണിച്ചെന്നു. സെൽഫ് ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ഓ, ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അടിപൊളി സംഭവം. ആദ്യം തന്നെ അതായത് ശരിക്കും അജി വർഗീസ് പറഞ്ഞ ഒരു ഇന്റർവ്യൂയിലേക്ക് പോണം. ഞങ്ങള് ചിരിച്ചതിന്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. അതായത് ഫസ്റ്റ് ജിമ്മിലെ സീൻ കണ്ടപ്പോ നമ്മള് ചിരിച്ചില്ലേ? അത് ഒറിജിനലായിട്ട് ചിരിച്ചത്. അതായത് നിവിൻ പോളി വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകും, വെറുതെ ഇരിക്കും. അജി വർഗീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനർ അവളെ കിടന്ന് പണിയെടുക്കാന്നല്ലാണ്ട് ആള് പണിയെടുക്കൂല. അത് നേരത്തെ നേരത്തെ അജു വർഗീസ് പറഞ്ഞിട്ടുള്ള. അതാണ് നമുക്ക് അത് കണ്ടപ്പോ പെട്ടെന്ന് ചിരി വന്നേ. കറക്റ്റ്. അത് പക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതെ. പിന്നെ അതേപോലെ തന്നെ കൊറേ കാര്യങ്ങളില് പിന്നെ കോട്ട് റൂമിന്റെ അത് അങ്ങോട്ട് നല്ല പക്കം പൃഥ്വിരാജിന് ലോക്കൽ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ വേറെ ആരുമില്ലെന്ന് സൂപ്പർ ആയിട്ടുള്ള ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ ആണ്. കാരണം ഇതിൽ തന്നെ ഇത്രയും ഫണ്ണുണ്ടെങ്കിൽ സിനിമകൾ എന്തായിരിക്കും. പക്ഷെ അത്രക്ക് ഫണ്ണായിട്ടുള്ള മാത്രമായിരിക്കില്ല, എന്തായാലും കോമഡി സിനിമ ആയിരിക്കും എന്നുള്ളത് ആ പേരിലുണ്ടല്ലോ. അതെ. പിന്നെ ഇങ്ങനൊരു അനൗൺസ്മെന്റ് വീഡിയോ പുറത്തു വരുമ്പോൾ അതിലെന്തായാലും ഫണ്ണുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമയിൽ നല്ല കോമഡി എന്റർടൈനർ തന്നെയായിരിക്കും. അതെ. സാധാരണ നിവിൻ പോളിന്റെ അടുത്ത് വന്ന കോമഡി സംഭവങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് അങ്ങോട്ട് പിടിക്കാതെ പോയ സംഭവങ്ങളാണ്. പക്ഷെ ഇതിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ
കണക്ട് ആയി. കോമഡി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയി. അതെ സത്യം. ഇങ്ങനെ തന്നെ ആ സിനിമയിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. പിന്നെ മാരകമായിട്ടുള്ള ബോഡി ഷേമിങ് ഉണ്ടല്ലേ, രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസന്റെ തടിയെ കുറിച്ച്. ആ അല്ലേ, അവൻ ഇതിന് ഓക്കെ ആയിരിക്കും, അവന് ഭയങ്കര തടിയില്ല ചോദിക്കുന്നത്. സൂപ്പർ ആയിട്ട് അതൊക്കെ ആ രീതിയിൽ തന്നെ. അതാ പറഞ്ഞേ, ഇതൊക്കെ ശരിക്കും സെൽഫ് ട്രോൾ ആണ് താനും. അതെ, ഒരു ഫൺ രീതി തന്നെ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. തള്ളി മറിച്ചിട്ടുണ്ട്. ആ തള്ളിക്കോന്ന്, ആ തള്ളിക്കോന്ന്. പിന്നെ അതായത് ഇതില് ഇങ്ങനെ ഒരു കോമഡി ട്രാക്കിൽ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് വളരെ ശാന്തമായ കേരളത്തിന്റെ ആ ഒരു അവസ്ഥ ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ബോംബൊക്കെ പൊട്ടി ആകെ സീനാണ് അല്ലേ. പക്ഷെ എനിക്ക് ഒരൊറ്റ ഇതിൽ മാത്രം, അത് ചിലപ്പം അങ്ങനത്തെ ഒരു ഏജിലുള്ള ആള് വേണ്ടതുകൊണ്ടായിരിക്കും കേട്ടോ, അനശ്വരന്റെ. അല്ല അവര് പറയുന്നത് അതും ട്രോളല്ലേ. അതാ പറഞ്ഞത്, പ്രായമായിട്ടുള്ളടോ, അതങ്ങനെ തന്നെ അവതരിപ്പിച്ചത്. അതാ പറഞ്ഞ, അത് ആ ഒരു ഏജിന്റെ ഒരു ഗ്യാപ്പ് അത്ര വേണ്ടതുകൊണ്ടായിരിക്കും അനശ്വരനെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പൊട്ടിത്തെറി ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്യും കേട്ടോ അനശ്വരി. ഏതാണെങ്കിലും സൂപ്പർ, അടിപൊളി കേട്ടോ, അടിപൊളി വീഡിയോ. കുറെ കാലമായിട്ട് മറ്റുള്ള ലാംഗ്വേജിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ടൈറ്റിൽ അനൗൺസ്മെന്റ്. അതായത് നമ്മളിപ്പോ നെൽസന്റെ സിനിമകളിലൊക്കെ മിക്കതും ഓഡിയോന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും വരും. തഗ് ലൈഫ് അതെ, അനൗൺസ്മെന്റ് വീഡിയോ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എന്തിന് ലിയോ, അതെ, എല്ലാത്തിന്റെ എല്ലാം അതായത് സ്പെഷ്യലായിട്ട് ഇതിനായിട്ട് ഇതുപോലെ ഷൂട്ട് ചെയ്ത് പുറത്തു വരുന്നത് അടിപൊളിയാണ്. മലയാളത്തിലേക്ക് ഒരു പുതിയ സംഭവം കൊണ്ടുവന്നു. എന്തിന് ജനഗണമനന്റെ വീഡിയോ ഉണ്ടല്ലേ, അതായിരുന്നു ജ്യോതി സാധനം. അത് അത്രയും സീരിയസ് ആണെന്നുള്ളത് അത് ആ രീതിയിൽ തന്നെ അവതരിപ്പിച്ചും ചെയ്തു. സത്യം. അതിൽ ആ പൊട്ടിത്തെറിയില്ലേ, ബ്ലാസ്റ്റ്. മന്ത്രിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത്, മന്ത്രിയാണ് മന്ത്രി, എന്നിട്ട് ഒരു ബാഗ് വെച്ചിട്ട് പൊട്ടിത്തെറിച്ചു. അയ്യോ മറക്കൂല അത് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ, രണ്ടാമത്തെ പാർട്ടിൽ ഉണ്ടാവും പറഞ്ഞോണ്ടേ. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഇത് ഗംഭീര വീഡിയോ ആണ്, നല്ല പേരാണ്. എന്തായാലും ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെ കിട്ടി, സന്തോഷം. മലയാളി ഫ്രം ഇന്ത്യ. മലയാളി ഫ്രം ഇന്ത്യ. ഇന്ത്യയാണോ ഭാരതാണോ? നമുക്ക് ഇന്ത്യ മതി. അതാണെങ്കിൽ അതിനകത്ത് ഗംഭീരായിരുന്നു. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സീനാണ്, ആ ഒരു പോർഷൻ. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞു തരാ. അല്ലളിയാ, വേറെ കാര്യണ്ടേ, ഇതിന് സാധാരണ ഇവര് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് കയറിയെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഇതിന്റെ റേഞ്ച് എന്തായിരിക്കും? അതാ പറഞ്ഞ, ഇവര് ഈ പറഞ്ഞ ഒരു സാധനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനം. അതായത് എത്രയോ 130 ദിവസത്തെ ഷെഡ്യൂൾ തന്നെയായിരുന്നു. 60 ദിവസം പറഞ്ഞിട്ട് അത്രയും കൂടി കൂടിയിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം കൂടി വരുമ്പോ ബഡ്ജറ്റും അതേപോലെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ടുള്ള വീഡിയോ, സൂപ്പർ. ഞങ്ങൾ നന്നായിട്ട് ഇതായിരിക്കും മിക്കവാറും നമ്മുടെ ഒരു കാഴ്ചപ്പാടില് നിവിൻ ഈസ് ബാക്ക്. ശരിക്കും അത് അങ്ങനെ ഇനി പറയല്ലേ, എനിക്ക് ആ ബാക്ക് ഓർമ്മ വരുന്നു. സോറി, ആ ബാക്ക് ഇനി ഓർമ്മ വരും. നിവിൻ ബാക്ക് എന്ന് പറഞ്ഞു ആ ബാക്ക് ഓർമ്മ വരും. ഓക്കെ, എന്തായാലും നിവിൻ പോളിന്റെ തിരിച്ചു വരും. അത് കൊള്ളാം, പോരെ, സമാധാനം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.